വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വരെ പ്രതിഷേധം തുടരുമെന്ന് പ്രതിപക്ഷവും കോക്രോച്ച് ജനതാ പാർട്ടിയും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് നടപടികൾ തടസ്സപ്പെട്ടു. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ കേന്ദ്ര സർക്കാർ സമരക്കാരുമായി ചർച്ച നടത്തുകയാണ്. അല്പസമയത്തിനകം പാർലമെന്റ് മന്ദിരത്തിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗവും ചേരുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, തുടർച്ചയായി പാർലമെന്റ് സ്തംഭിപ്പിക്കുന്ന നടപടികളിലാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അല്ലാതെ മറ്റൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടാണ് കോക്രോച്ച് ജനതാ പാർട്ടിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷവും എടുക്കുന്നത്. ഈ സമരക്കാരുമായി ഇപ്പോൾ സർക്കാർ ചർച്ച നടത്തുമ്പോൾ ഒരു പ്രതീക്ഷയുടെ ഒരു സാധ്യത കാണുന്നുണ്ടോ? ഒപ്പം തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അഖില, നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സമരം തുടരുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയും പ്രതിപക്ഷവും വ്യക്തമാക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ സമരം തുടരും എന്നുള്ളതാണ്. ഇന്ന് പാർലമെന്റിലും അതിന് സമാനമായിട്ടുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത്. സ്പീക്കറുടെ ഭാഗത്തുനിന്നും കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും നിരന്തരം ആവർത്തിച്ച് വ്യക്തമാക്കിയത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പാർലമെന്റിനകത്ത് ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം, സഭാ നടപടികൾ തടസ്സപ്പെടുത്തരുത് എന്ന് നിരവധി തവണ സ്പീക്കറും ഒപ്പം കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവും വ്യക്തമാക്കിയെങ്കിലും സർക്കാരിന്റെ അത്തരം നീക്കങ്ങളോട് വഴങ്ങാതെ സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുകയാണ് പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. ഈ വിഷയത്തിൽ മറ്റൊരു കാര്യവും ചർച്ച ചെയ്യാനില്ലെന്നും പകരം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് ശേഷം വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന പ്രതികരണമാണ് പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത്. പാർലമെന്റ് സഭാ നടപടികൾ ചേരുന്നതിന് മുൻപ് പാർലമെന്റിന്റെ കവാടത്തിലും പാർലമെന്റ് പിരിഞ്ഞതിന് ശേഷം പാർലമെന്റിന് പുറത്തും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയിരുന്നു. പാർലമെന്റ് കവാടത്തിലും ഒപ്പം പുറത്തു നടന്നിട്ടുള്ള പ്രതിഷേധങ്ങളിലും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സമരം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി വെക്കാതെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട്. ജിഷ്ണു, ഈ ഒരു അനുനയ നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്, അതായത് ചർച്ച നടത്തുകയാണ്. പക്ഷേ അതിലൊരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? മന്ത്രിസഭാ യോഗം ചേരാൻ പോവുകയാണല്ലോ ഇനി. അഖില, നിലവിൽ ചർച്ചയുടെ വേദിയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. അതായത് നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലായിരുന്നു ചർച്ച നടക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിനോട് ചേർന്നിട്ടുള്ള VP ഹൗസിലേക്കാണ് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ സൗരവ് ദാസ് ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് അവരുമായി ചർച്ച നടത്തുക. ഈ ചർച്ചയിൽ അഖില ചൂണ്ടിക്കാട്ടിയതുപോലെ കോക്രോച്ച് ജനതാ പാർട്ടി മുൻപോട്ട് വെച്ചിട്ടുള്ള 3 ആവശ്യങ്ങളുണ്ട്. ഒന്ന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, മറ്റൊന്ന് സോനം വാങ്ചുക്കിന്റെ മോചനമായിരുന്നു. അത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് പരിഹരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചോദ്യപേപ്പർ ചോർന്നതിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരമാണ്. അതിലും സർക്കാർ അനുനയ നീക്കത്തിന് തയ്യാറാകും. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന പ്രധാന ആവശ്യത്തോട് വഴങ്ങാൻ കേന്ദ്ര സർക്കാരോ BJPയോ നിലവിൽ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള അനുനയ ചർച്ചകളായിരിക്കും കോക്രോച്ച് ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും തമ്മിൽ നടത്തുക? ആ ചർച്ചയ്ക്ക് ശേഷം സമരം അവസാനിപ്പിക്കുമോ, അതല്ല സമരം മുൻപോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കുമോ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തീരുമാനം എന്നുള്ളത് ഏറെ നിർണായകമാകും. ഏതായാലും പ്രതിപക്ഷം നിലവിൽ പ്രഖ്യാപിച്ചത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വരെ സമരം തുടരും എന്നുള്ളതാണ്. ഈ അനുനയ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമവായം കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുമോ എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാകും. ഒപ്പം അല്പസമയത്തിനകം തന്നെ പാർലമെന്റ് മന്ദിരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭയുടെ യോഗം ചേരും. ഇന്നലെ രാത്രി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കർശനമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഒപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഭാവിയിൽ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തും. അതിന്റെ കരട് ബില്ല് ഉടൻ തന്നെ തയ്യാറാക്കി ഈ വർഷകാല സമ്മേളനത്തിൽ തന്നെ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ വളരെ വേഗത്തിലുള്ള, അല്ലെങ്കിൽ ഈ സമരത്തെ അനുനയിപ്പിക്കാനുള്ള കൃത്യമാർന്ന നടപടികൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയും സർക്കാരും മുൻപോട്ട് വയ്ക്കുമ്പോൾ സമരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന ആവശ്യത്തോട് ഇപ്പോഴും വഴങ്ങാനോ അല്ലെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരോ രാഷ്ട്രീയപരമായി BJPയോ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്ക് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചിരുന്നു. അത് തുടരുമോ? ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. പാർലമെന്റ് സ്തംഭിപ്പിക്കുകയായിരുന്നു ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ പ്രധാന നീക്കം. ഇതോടൊപ്പം തന്നെ സമരക്കാരുമായി സർക്കാർ ചർച്ച നടത്തുന്നുണ്ട്.